നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു നീക്കം നടത്തുകയാണ്. നമ്മൾ രാജ്യ നേതാക്കളുടെ സൗഹൃദവും അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയും നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പാകിസ്ഥാനും ചൈനയുമായിട്ട് ഒരു സഖ്യമുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് വലിയ അടുത്ത സൗഹൃദവും ചങ്ങാത്തവുമുണ്ട്. അപ്പോൾ ഇതേപോലെ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോകുന്ന പുതിയൊരു സഖ്യത്തിനും സൗഹൃദത്തിനും തുടക്കമാവുകയാണോ എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും നമ്മുടെ ഉത്തര കൊറിയയുടെ ഏകാധിപതിയായ നേതാവ് കിം ജോങ് ഉന്നും ഇവർ രണ്ടുപേരും കൂടി കൈകോർത്താലുള്ള അവസ്ഥ എന്തായിരിക്കും? ഏതായാലും അത്തരം ഒരു സാധ്യത തുറന്നു വരുന്നോ എന്നുള്ളതാണ് ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത്. അതിന് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അതിലേക്ക് വിശദമായിട്ട് വരാം. അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇതാണ്: US-ഉം ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ അദ്ദേഹം US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയ എന്ന് പറഞ്ഞാൽ ബദ്ധശത്രുക്കളാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുമായിട്ടുള്ള സൈനിക അഭ്യാസം അമേരിക്ക വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തര കൊറിയയെ അല്ലെങ്കിൽ കിം ജോങ് ഉന്നിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തിയാൽ അത് ഉത്തര കൊറിയയോടുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്നതാണെന്നും കൂടാതെ ഇത് അനാവശ്യ ഒരു ചെലവാണെന്നുമാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അപ്പോൾ ഈ സൈനിക അഭ്യാസങ്ങൾക്ക് വൻ തുക ചെലവാകും എന്നുള്ളത് ഉറപ്പാണ്. അതിന് ആ തുകയുടെ ഭൂരിഭാഗവും വഹിക്കുന്നത് അമേരിക്കയുമാണ്. അപ്പോൾ ആ നിലവിലെ അമേരിക്കയുടെ ഒരു സാമ്പത്തിക സാഹചര്യത്തിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പാഴ്ചെലവാണ്. അത് വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കാനായിട്ടാണ് 10 ദിവസമാണ് ഈ 10 ദിവസം നടക്കുന്ന ആ സൈനിക പരിശീലന പരിപാടിക്ക് ഉൽച്ചി ഫ്രീഡം ഷീൽഡ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അത് വലിയ രീതിയിൽ വെട്ടിക്കുറയ്ക്കാനാണ് ഇപ്പോൾ ട്രംപ് ഉത്തരവിട്ടേക്കുന്നത്. ഇതുകൂടാതെ ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നുമായിട്ട് തനിക്കിപ്പോൾ വലിയ സൗഹൃദമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം കിം ജോങ് ഉന്നുമായിട്ട് ഒപ്പമുള്ള ഒരു ചിത്രം, ആ ചിത്രം കണ്ടാൽ രണ്ടുപേരും തമ്മിൽ എന്തോ കടുത്ത ദേഷ്യത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അത് തൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ അല്ലെങ്കിൽ അദ്ദേഹം ട്രൂത്ത് ഒഫീഷ്യലിൽ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും വലിയ സൗഹൃദമുണ്ട് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നേതാക്കളും തമ്മിൽ മുൻപ് സിംഗപ്പൂരിലും വിയറ്റ്നാമിലുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയത് നമുക്കറിയാം. ഇതുകൂടാതെ ചരിത്ര പ്രസിദ്ധമായ 2019 പൻമുൻജോം എന്ന് പറയുന്ന സ്ഥലം, അത് ഈ ദക്ഷിണ കൊറിയയുടെയും ഉത്തര കൊറിയയുടെയും മധ്യത്തിലുള്ള സൈനിക നിയന്ത്രണം ഇല്ലാത്തൊരു മേഖലയാണ്. അപ്പോൾ അവിടെ വെച്ച് രണ്ടുപേരും നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒരു ചിത്രം അദ്ദേഹം ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടാണ് ഈ രീതിയിൽ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം പങ്കിടുന്നു അല്ലെങ്കിൽ ഇപ്പോഴും സൗഹൃദമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ 2019 അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉത്തര കൊറിയയുടെ മണ്ണിൽ കാലുകുത്തി, അത് ട്രംപിൻ്റെ രൂപത്തിലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ സമയത്ത് ട്രംപ് കാലുമാറുന്നു അല്ലെങ്കിൽ ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉന്നുമായിട്ട് സൗഹൃദമുണ്ട് എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതിൻ്റെ കാരണം. ദക്ഷിണ കൊറിയയുമായിട്ടുള്ള സൈനിക സന്നാഹ പരിപാടികൾ നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള പണച്ചിലവുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് കമ്മി ഏതാണ്ട് 1.9 ട്രില്യൺ ഡോളറായി ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. രാജ്യം എടുത്ത കടങ്ങളുടെ പലിശ അടയ്ക്കാൻ മാത്രം ഭീമമായ തുക മാറ്റിവെക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. കൂടാതെ ഇറാനുമായിട്ടുള്ള സംഘർഷങ്ങളുടെ പേരിൽ ആഗോള വിപണിയിൽ എണ്ണവില വലിയ രീതിയിൽ കുതിച്ചുയർന്നു. അതിൻ്റെ ഫലമായിട്ട് അമേരിക്കയിലെ സാധാരണക്കാരുടെ ജീവിത ചെലവ് വലിയ രീതിയിൽ കൂടി. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ വിലക്കയറ്റം കാരണം ആളുകളുടെ സമ്പാദ്യം കുറയുകയും ഹോട്ടലുകളിൽ പോകുന്നതും മറ്റും സാധനങ്ങൾ വാങ്ങുന്നതും അവർ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. കൂടാതെ അമേരിക്കൻ റീറ്റെയിൽ വിൽപ്പനയിൽ വലിയ ഇടിവും രേഖപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ടായി. അമേരിക്കയിലെ സാധാരണക്കാരുടെ ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 1.1 ട്രില്യൺ ഡോളറിലെത്തി. അപ്പോൾ ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ നില അത്ര സുഖകരമല്ല, ഒരു പരിങ്ങലിലാണ്. അതുകൊണ്ട് പരമാവധി ചെലവുകൾ വെട്ടിച്ചുരുക്കുക എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ദക്ഷിണ കൊറിയയോട് കടുത്ത നിലപാടെടുക്കുന്നത്. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നുമായിട്ട് ഉള്ള ഒരു സൗഹൃദവും അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു,
ഈ രണ്ട് നേതാക്കളും നടത്തിയ കൂടിക്കാഴ്ച അത് DMZ എന്ന കൂടിക്കാഴ്ച എന്ന പേരിൽ 2019 നടന്ന ഒരു ചരിത്രപ്രസിദ്ധമായ കൂടിക്കാഴ്ചയാണ്. ഉത്തര ദക്ഷിണ കൊറിയകളെ വേർതിരിക്കുന്ന സൈനിക രഹിത മേഖല, അതായത് ഡീമിലിറ്ററൈസ്ഡ് സോൺ, അവിടെ വെച്ചാണ് ഈ രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും നിർണായക ഒരു നീക്കത്തിനോ ധാരണയ്ക്കോ വകയുണ്ടായില്ല. രണ്ട് നേതാക്കളും കണ്ടു പിരിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നിലപാടുകൾക്ക് വ്യത്യസ്തമായിട്ട് എതിർ ചേരിയിലുള്ളവരോട് പോലും നേരിട്ട് സംവദിക്കാൻ ട്രംപ് സന്നദ്ധമാകുന്നു എന്നൊരു പ്രതിച്ഛായ നിർമ്മിതി മാത്രമാണ് ആ ഒരു കൂടിക്കാഴ്ചയിലൂടെ സാധിച്ചത്. അപ്പോൾ ഇനി എന്തുകൊണ്ട് ദക്ഷിണ കൊറിയയുമായിട്ട് അകലുന്നു? അതിന് സാമ്പത്തിക പ്രതിസന്ധി എന്നതിനപ്പുറം മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് ഇറാനെ വിമുക്തമാക്കാനായിട്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങളിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ട് ട്രംപ് ദക്ഷിണ കൊറിയയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തങ്ങൾ അതിനില്ലെന്ന ഉള്ളൊരു നിലപാടാണ് ദക്ഷിണ കൊറിയ ഏറ്റെടുത്തത്. സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയുടെ ഈ നിലപാടിൽ ട്രംപിന് വലിയ അമർഷമുണ്ടായിരുന്നു, കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ അമേരിക്ക ഉത്തര കൊറിയയുമായി സൗഹൃദത്തിലാകുമ്പോൾ ഇപ്പോൾ ഇനി ദക്ഷിണ കൊറിയ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, അമേരിക്ക നൽകുന്ന ഒരു സൈനിക സംരക്ഷണമുണ്ടല്ലോ അത് കുറയും, അതിനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. കാരണം ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധമുണ്ട്, ദക്ഷിണ കൊറിയയുടെ കയ്യിൽ ആണവായുധമില്ല. അപ്പോൾ അമേരിക്കയും ഉത്തര കൊറിയയുമായിട്ട് ഒരു കരാറിലെത്തിയാൽ, ഒരു ധാരണയിലെത്തിയാലുള്ള കുഴപ്പം, ഈ ഉത്തര കൊറിയയുടെ ആണവായുധ ഭീഷണിക്ക് മുന്നിൽ ദക്ഷിണ കൊറിയ നിരായുധരായിട്ട് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കൂടാതെ ഈ ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം 28,500 അമേരിക്കൻ സൈനികരെയാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത്. പിന്നെ അമേരിക്കയ്ക്ക് വിദേശത്തുള്ള ഏറ്റവും വലിയ സൈനിക താവളം, അത് ഹംഫ്രീസ് എന്നുള്ള സൈനിക താവളവും അതും ദക്ഷിണ കൊറിയയിലാണ്. അവിടെ US-ന്റെ ആർമിയും അതേപോലെ എയർഫോഴ്സ് വിഭാഗങ്ങളോടെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഉത്തര കൊറിയയിൽ നിന്ന് ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്നാണ് അമേരിക്ക ദക്ഷിണ കൊറിയയ്ക്ക് കൊടുത്തിരുന്ന ഉറപ്പ്. പിന്നെ ആ ഉറപ്പുകളൊക്കെ ഇനി പാലിക്കപ്പെടുമോ, അമേരിക്കയിൽ നിന്നുള്ള സൈനികരെ അവർ പിൻവലിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള ആശങ്കകളൊക്കെയാണ് ഇനി വരുന്നത്. ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ദക്ഷിണ കൊറിയ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അവർക്ക് ആണവായുധം ഉണ്ടാക്കുന്നതിന് അമേരിക്ക വലിയ തടസ്സവാദം ഉന്നയിച്ചിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നുള്ള ഉറപ്പാണ് അമേരിക്ക കൊടുത്തിരുന്നത്. ഇപ്പോൾ അവർ ദക്ഷിണ കൊറിയ ഇപ്പോൾ ചിന്തിക്കുന്നത് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ആണവായുധം നിർമ്മിച്ചുകൂടാ എന്നുള്ളതാണ്. അവരുടെ അത് സംബന്ധിച്ചൊരു ജനഹിത പരിശോധന നടന്നപ്പോൾ ഏതാണ്ട് 60 മുതൽ 70% പേരും അങ്ങനെയാണ് അവിടെ ചിന്തിക്കുന്നത്. ഒരു അഭിപ്രായ സർവേയിൽ അങ്ങനെയാണ് ഇപ്പോൾ വന്ന ഒരു നിഗമനം. പിന്നെ ദക്ഷിണ കൊറിയയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ കൈവശമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ആണവ ബോംബ് അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കാൻ അവരെ കൊണ്ട് സാധിച്ചേക്കും. ഇപ്പോൾ അമേരിക്ക അവരുടെ ആണവ അന്തർവാഹിനികൾ ദക്ഷിണ കൊറിയൻ തീരത്ത് വിന്യസിച്ചിട്ടൊക്കെ ഉണ്ട്, സുരക്ഷ ഗ്യാരണ്ടിയൊക്കെ തരുന്നുണ്ട്. ഇനി അവരെ അവിടെ നിന്ന് പിൻവലിച്ചുകൊണ്ട് പോയാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ ആണവ മുങ്ങിക്കപ്പലുകൾ, ആണവ അന്തർവാഹിനികൾ ഉള്ളതിൻ്റെ പേരിലാണ് അമേരിക്ക ദക്ഷിണ കൊറിയ ഇങ്ങനെ തടഞ്ഞു നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇനി ഈ ഉത്തര കൊറിയയുമായിട്ട് കിം ജോങ് ഉന്നുമായിട്ട് ട്രംപ് അടുക്കുന്നത് കൊണ്ട് ദക്ഷിണ കൊറിയയ്ക്ക് മാത്രമല്ല പ്രശ്നം, ജപ്പാനും ഇതേപോലെയുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഈ കിം ജോങ് ഉൻ ചുമ്മാങ്ങിരിക്കുമ്പോൾ മിസൈൽ പരീക്ഷണമൊക്കെ നടത്തുന്ന ഒരു കൂട്ടത്തിലാണ്. ഈ മിസൈൽ പരീക്ഷണങ്ങളൊക്കെ നടക്കുമ്പോൾ ആ മിസൈലൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നത് ജപ്പാൻ്റെ മുകളിൽ കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെ ജപ്പാന് മുകളിലൂടെ ഉത്തര കൊറിയ പലപ്പോഴും മിസൈൽ പരീക്ഷണങ്ങൾ നടത്താറുള്ളതാണ്. അമേരിക്ക ഉത്തര കൊറിയയോട് അടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ജപ്പാനെ അമേരിക്ക പഴയ പോലെ സംരക്ഷിക്കാനായിട്ട് മുന്നോട്ട് വരുമോ എന്നുള്ളൊരാശങ്ക ജപ്പാനും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജപ്പാനുമായിട്ടും ട്രംപിന് വലിയൊരു അകൽച്ചയുണ്ട്. അതിനും കാരണം ഈ ഇറാനുമായിട്ടുള്ള സംഘർഷമാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിന് സംരക്ഷണം നൽകാൻ ജപ്പാൻ രംഗത്തിറങ്ങണമെന്ന് ട്രംപ് ജപ്പാന്റെ പ്രധാനമന്ത്രി സനായെ തകാച്ചിയോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവരെടുത്തൊരു നിലപാട്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ രൂപീകരിച്ച ഒരു ഭരണഘടനാപരമായ ഒരു നയമുണ്ട്. അപ്പോൾ ആ നയപ്രകാരം സ്വന്തം രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനല്ലാതെ മറ്റൊരു രാജ്യത്തിനെതിരെ സൈനികമായി ഇടപെടാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നൊരു നിലപാടാണ് അവരുടെ ആ ഒരു ഭരണാധികാരി എടുത്തത്. അപ്പോൾ ഇതിൽ ട്രംപിന് വലിയ മനപ്രയാസമുണ്ടായി, വലിയ അമർഷമുണ്ടായി. അപ്പോൾ ഈ രീതിയിൽ ഒരു ചർച്ച പരാജയപ്പെട്ടു. പരാജയപ്പെട്ടപ്പോൾ ട്രംപ് എടുത്തൊരു നിലപാട്, നിങ്ങൾക്ക് ഇങ്ങനെ ഇടപെടാനാണല്ലേ പ്രശ്നം, പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തോണം,
1941 നിങ്ങൾ വന്ന് പേൾ ഹാർബർ ആക്രമിച്ചത് കൊണ്ടാണ് മറ്റേ ആറ്റം ബോംബ് അമേരിക്കയ്ക്ക് ഇടേണ്ടി വന്നതെന്നുള്ള ഒരു സൂചനയും കൂടി കൊടുത്തിട്ടാണ് ട്രംപ് ആ ചർച്ച അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത് മാത്രമല്ല, ജപ്പാനിൽ ഇപ്പോൾ ട്രംപിൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ താരിഫ് പ്രഖ്യാപിക്കൽ. അപ്പോൾ ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ജപ്പാൻ ഏതാണ്ട് $550 ശതകോടി അമേരിക്കയിൽ നിക്ഷേപിക്കാമെന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുത്തപ്പോൾ പിന്നീട് ആ താരിഫ് ഭീഷണി 15% കുറയ്ക്കുകയാണ് ചെയ്തത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പം നമുക്കറിയാം, ജപ്പാൻ എന്ന് പറയുന്നത് ലോകത്തെ ആദ്യത്തെ ആണവ ഇരയാക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഹിരോഷിമ നാഗസാക്കി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. എന്നിട്ടും അവർ സ്വന്തമായി ഒരു ആണവ ബോംബ് നിർമ്മിക്കണം എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ പ്രശ്നമുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഹിരോഷിമ നാഗസാക്കി സംഭവങ്ങളുടെ അനുഭവം ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ആണവായുധത്തോട് വലിയ വിമുഖതയുണ്ട്. ആ രാജ്യത്തിൻ്റെ നയം തന്നെ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല, കൈവശം വെക്കില്ല, അവരുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന ആ നയം പിന്തുടരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവർ ഇങ്ങനെ ആണവായുധം നിർമ്മിക്കില്ല എന്ന് പറയുമ്പോഴും ജപ്പാന്റെ പക്കൽ ഈ ആണവ ഇന്ധനമായ പ്ലൂട്ടോണിയം ടൺ കണക്കിന് അവരുടെ കൈവശമുണ്ട്. അത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ജപ്പാന്റെ കൈവശം വന്ന, അല്ലെങ്കിൽ അവരുടെ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്ലൂട്ടോണിയമാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് ജപ്പാനും സാങ്കേതികമായിട്ട് വളരെ ഉന്നത നിലവാരമുള്ള ഒരു രാഷ്ട്രമാണ്. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനത്തിലെത്തിയാൽ അവർക്കും വളരെ വേഗം ഒരു ആണവായുധം നിർമ്മിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇനി ഉത്തര കൊറിയയുടെ മിസൈൽ ഭീഷണിയും ചൈനയുടെ കടന്നു കയറ്റവും ഉള്ള പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ ജപ്പാനിലെ പുതിയ തലമുറ രാഷ്ട്രീയ നേതൃത്വം അവർ ചിന്തിക്കുന്നത് സ്വന്തമായി ഒരു ആണവായുധം ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കാണ് ഈ ഉത്തര കൊറിയയും ട്രംപും അല്ലെങ്കിൽ കിം ജോങ് ഉന്നും ട്രംപും ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടാൽ നേരിട്ട് ഭീഷണി ഉണ്ടാകുന്ന രാജ്യങ്ങൾ. ഇനി പരോക്ഷമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാങ്ങൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ. കാരണം അമേരിക്കയുമായുള്ള ശത്രുത കാരണം മാത്രമാണ് ഉത്തര കൊറിയ റഷ്യയുമായിട്ട് വലിയ സഖ്യത്തിലും സഹകരണത്തിലും ഏർപ്പെടുന്നത്. അമേരിക്ക ഉത്തര കൊറിയയുമായിട്ടൊരു സൗഹൃദ സന്ധിയിലെത്തിയാൽ പിന്നെ ഉത്തര കൊറിയയ്ക്ക് റഷ്യയെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പം, വലിയ രീതിയിലുള്ള സഹകരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട്, വലിയ രീതിയിലുള്ള ആയുധ ഇടപാടുകൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കറിയാമല്ലോ, ഉക്രൈനും റഷ്യയുമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട്. അവിടെ സൈനികരായിട്ട് പോലും ഉത്തര കൊറിയയുടെ സൈനികർ റഷ്യയ്ക്ക് വേണ്ടി അവിടെ പോരാടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ പുനർചിന്തനം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇനി അടുത്തൊരു രാജ്യം ഇതിൻ്റെ ഒരു പ്രശ്നം നേരിടാൻ പോകുന്നത് ചൈനയാണ്. കാരണം ചൈനയുടെ അതിർത്തിയോട് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഉത്തര കൊറിയ. അപ്പോൾ അമേരിക്ക ഉത്തര കൊറിയയുമായിട്ട് അടുത്ത് വരികയാണെങ്കിൽ ചൈനയുടെ അതിർവരമ്പുകളിൽ അമേരിക്കൻ സ്വാധീനം ഉണ്ടായേക്കാം. അതിനൊരു സാധ്യത മാത്രമാണ്, വളരെ ചെറിയൊരു സാധ്യത മാത്രം, എങ്കിലും അതും ഒരു പ്രശ്നമാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കി വെക്കണം. വീണ്ടും നമുക്ക് ട്രംപിനും കിം ജോങ് ഉന്നിലേക്കും തന്നെ മടങ്ങിപ്പോകാം. ഏതാണ്ട് 2017 ആ സമയത്ത് കിം ജോങ് ഉന്ന് ഭയങ്കര ഒരു പ്രശ്നം സൃഷ്ടിച്ചൊരു സമയമുണ്ടായിരുന്നു. നിരന്തരമായ മിസൈൽ പരീക്ഷണവും വീരവാദം മുഴക്കലുമടക്കമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതെല്ലാം അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു നേരിട്ടുള്ളൊരു സംഘർഷത്തിലേക്ക് പോകുമോ എന്നൊരു സാധ്യത ഉരുത്തിരിഞ്ഞു വന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് രണ്ട് രാഷ്ട്രത്തലവന്മാരും, അതായത് ട്രംപ് ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയ സമയത്ത് രണ്ട് രാഷ്ട്രത്തലവന്മാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സമീപനം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. പക്ഷേ കിം ജോങ് ഉന്ന് പിന്നീട് അത്ര വലിയ ഒരു പ്രശ്നക്കാരനാകുന്ന ഒരു കാഴ്ച നമുക്കുണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇതേപോലെ ഒരു ചില നയപരിപാടികൾ പ്രഖ്യാപിക്കുമെങ്കിലും തുടർച്ചയായിട്ടുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം അദ്ദേഹം സൃഷ്ടിച്ചില്ല. പക്ഷേ ഈ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പാണ് ഉത്തര കൊറിയ 6ാമത് ആണവ പരീക്ഷണം നടത്തിയത് എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി നിൽക്കുന്നു. ട്രംപ് നേരത്തെ തന്നെ അനൗദ്യോഗികമായി അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഒരു സംഗതിയിൽ കിം ജോങ് ഉന്നുമായിട്ട് തനിക്ക് ഇപ്പോഴും നല്ല സൗഹൃദ ബന്ധമുണ്ടെന്ന് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലാണ് പുതിയ സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിൻ്റെ നേരിടുന്നൊരു അവസ്ഥയിൽ, അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നൊരവസ്ഥയിൽ കിം ജോങ് ഉന്നിനെ കൂട്ടുപിടിച്ച് ട്രംപ് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? പുതിയ സഖ്യങ്ങളിലേക്ക് പോകുമോ? അങ്ങനൊരു സഖ്യമുണ്ടായാൽ നിലവിലെ ലോകക്രമത്തിൽ അത് എന്ത് പ്രതിഫലനം ഉണ്ടാക്കും? തീർച്ചയായിട്ടും അത് വലിയ മാറ്റങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്.